തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഉർസുല വോണുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്ര വൈവിധ്യ വിതരണ ശൃംഖല ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഉണ്ടാവണമെന്ന് ഉർസുല വോൺ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനം ഒരുക്കും. വിവരങ്ങളുമായി ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, അല്പസമയം മുമ്പാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തത്. ഈ സംയുക്ത പ്രസ്താവനയിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണം ഭാരതം വിഭാവനം ചെയ്യുന്നത്? നീലിമ, തീർച്ചയായും നീലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ ശക്തിയായി മാറാനുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമാക്കുമെന്ന കൃത്യമായ ധാരണ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം തന്നെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഉർസുലയും ആ കാര്യം പിന്തുണയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംയുക്ത പ്രസ്താവനയിൽ കൃത്യമായ നിലപാട് അറിയിച്ചത്. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, മാരിടൈം സെക്യൂരിറ്റി രംഗത്ത് ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നിർണായകമായ ബന്ധം ഭാരതവുമായി വേണം എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ സുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള സഹകരണം ഉറപ്പാക്കുക, സുരക്ഷാ സൈനികേതര രംഗങ്ങളിൽ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുക എന്ന തീരുമാനമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും ഭാരതവുമായും ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത നാവികാഭ്യാസത്തിനുള്ള സാധ്യത ഉടൻ ഉണ്ടാകുമെന്ന ഒരു സൂചനയും ഉർസുല വോൺ ഡെർ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നാണ് മറ്റൊരു പ്രധാനമായ കാര്യം. പ്രധാനമായും എടുത്തു പറയേണ്ടത് സാങ്കേതിക വിദ്യ, അതായത് ഗ്രീൻ എനർജി രംഗത്ത് നമുക്കിന്ന് അറിയാൻ സാധിക്കും, ഇന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, 22ഓളം ഡെലിഗേറ്റുകൾ ഉർസുലയോടൊപ്പം ഇവിടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിൽ എത്തിയിട്ടുണ്ട്. ആ 22ഓളം അംഗങ്ങളും ഹൈദരാബാദ് ഹൗസിലേക്ക്, നയതന്ത്ര കൂടിക്കാഴ്ചകൾ നടക്കുന്ന ഹൈദരാബാദ് ഹൗസിലേക്ക് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് എത്തിയത് ഇത്തരത്തിലുള്ള ഒരു ഹൈഡ്രജൻ ഫ്യൂവൽഡ് ബസ്സിലാണ്. അതായത് ഹൈഡ്രജൻ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സിൽ, പ്രദൂഷണം തീരെയില്ലാത്ത ഹൈഡ്രജൻ പ്രയോഗിക്കുന്ന ബസ്സിലാണ് അവരെത്തിയത്. അതിൽ നിന്ന് തന്നെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം തന്നെയാണ് ഗ്രീൻ എനർജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യമായ സഹകരണം, വലിയ തോതിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും. ഗ്രീൻ എനർജി ഫോറം ഓഫ് ഷോർ വിൻഡ് മിൽ, അതായത് കടലിൽ ഇത്തരത്തിലുള്ള വിൻഡ് മില്ലുകൾ നമുക്കറിയാവുന്നതാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ കടലിൽ ഓഫ് ഷോറിൽ, ഈ തീരത്ത് നിന്നും കുറെ ദൂരത്ത് ഉൾക്കടലിൽ സ്ഥാപിക്കുകയും അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഇന്ധന രംഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സാധ്യതകൾ തുറന്നു കിട്ടുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് നേതാക്കളും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. പല രംഗങ്ങളിലും, പല അന്താരാഷ്ട്ര ചർച്ചകളിലും പ്രധാനമന്ത്രി ആവർത്തിച്ചൊരു വിഷയം കൂടിയാണത്. സൈബർ രംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും സഹകരിക്കുന്നതാണ് മറ്റു സുപ്രധാനമായ ഒരു കാര്യം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചർച്ചയിലെ മറ്റൊരു വിഷയം. മാത്രമല്ല, ഈ ഉർസുല മറുപടി പറയുന്നത് ഇന്ത്യയുടെ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യം തനിക്ക് അനുഭവിക്കാനായി എന്ന രീതിയിലാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനമായ വിഷയങ്ങൾ ഇൻഡോ പസഫിക്കിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന വിഷയങ്ങളും, സാമ്പത്തിക രംഗത്തെ സഹകരണം, അതുപോലെ തന്നെ സെമികണ്ടക്ടർ ഉൾപ്പെടെയുള്ള സൈനിക രംഗങ്ങളിലും എല്ലാം ഉള്ള സഹകരണങ്ങളുടെ വലിയ സാധ്യത ഇരു സംവിധാനങ്ങൾ തമ്മിൽ, ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കുമെന്ന പ്രതീക്ഷാ നിർഭരമായ വാക്കുകളാണ് ഉർസുലയും പങ്കുവച്ചത്. ഭാരതത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. യൂറോപ്യൻ യൂണിയനുമായി ഭാരതത്തിന്റെ സഹകരണം ഭീകരവാദത്തിനെ പോരാടുന്നതിനൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിൽ, ഗ്രീൻ എനർജിയുടെ വിഷയങ്ങളിൽ അങ്ങനെ സർവതല സ്പർശിയായ ഒരു സഹകരണം യൂറോപ്യൻ യൂണിയനുമായി ഭാരതം ഉണ്ടാകാൻ പോകുകയാണ്. വിവരങ്ങളാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.